ഹായ് ഫ്രണ്ട്സ്, ഏതോ ജന്മകൽപ്പനയുടെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ശ്രുതി ലാവണ്യയെ വിളിച്ചിട്ട് കോംപ്രമൈസിനൊക്കെ ശ്രമിച്ചു നോക്കുന്നുണ്ട് കേട്ടോ. ആ കടലമിഠായിയേക്കാൾ വാശി ലാവണ്യ മാഡത്തിനാണല്ലോ, ഇങ്ങനെ പോയാൽ എങ്ങനെ ശരിയാവും എന്നൊക്കെ ചോദിക്കുന്ന നേരത്ത് ശ്രുതിയുടെ അച്ഛൻ ചോദിക്കുന്നുണ്ട്, എന്താണ് മകളെ, എന്താണ് പ്രശ്നം എന്നുള്ളത്. ഏയ് ഒന്നുമില്ല അച്ഛാ, ഞാൻ ഒരാളെ വിളിക്കുന്ന കാര്യത്തെക്കുറിച്ചിട്ട് ഓർക്കാണ് എന്ന് പറഞ്ഞിട്ട് ആ കടലമുട്ടായി ഞാൻ വിളിച്ചിട്ട് ലാവണ്യ മാഡം ഞാൻ പറഞ്ഞിട്ടാണോ അങ്ങനെ ഒരുങ്ങി നിന്നത് എന്ന് പറഞ്ഞാലോ, എന്നെ കണ്ണ് പൊട്ടുന്ന തെറി പറയുമായിരിക്കും, എങ്കിലും സാരമില്ല. അയാൾക്ക് ലാവണ്യ മാഡത്തോട് വല്ല അലിവും തോന്നിയിട്ട് തിരിച്ചു വിളിച്ചാലോ, അപ്പോൾ ഒന്ന് വിളിച്ച് നോക്കിയേക്കല്ലേ എന്നൊക്കെ ചോദിച്ചു ശ്രുതി അശ്വിനെ വിളിക്കും. ആ സമയം അശ്വിൻ ഫോൺ എടുത്ത് ഹലോ പറഞ്ഞപ്പോഴേക്കും നമ്മുടെ ശ്രുതി ഉണ്ടല്ലോ ഒന്നും പറയാനാവാതെ നിൽക്കുകയാണ് കേട്ടോ. ആ കടലമിഠായിയുടെ ഹലോ കേട്ടപ്പോഴേക്കും നെഞ്ചിൽ നിന്ന് ഒരു കെട്ട് തീയ അങ്ങ് പാറിപ്പോയത്. ഞാൻ അയാളോട് എന്താ സംസാരിക്കേണ്ടത്? ലാവണ്യ മാഡം ഞാൻ പറഞ്ഞിട്ടാ അങ്ങനെ ഒരുങ്ങിയിരുന്നെന്ന് പറയാനല്ലേ, അതിന് ഞാൻ എന്തിനാ ഇത്ര ഭയക്കുന്നത്, അതും ഫോണിലൂടെയല്ലേ. ശ്രുതി വിളിക്ക് എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ട് ശ്രുതി വീണ്ടും വിളിക്കുകയാണ് കേട്ടോ. വീണ്ടും അശ്വിൻ ഹലോ പറയുമ്പോഴേക്കും പിന്നെയും നമ്മുടെ ശ്രുതിക്ക് ഒന്നും മിണ്ടാനാവാൻ പറ്റുന്നില്ല കേട്ടോ. ഒന്നുകൂടെ ശ്രുതി അശ്വിനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ അശ്വിൻ ചൂടാവാണ് കേട്ടോ. എന്തിനാ വിളിക്കുന്നത് എന്ന് ചോദിച്ചിട്ട്, സാർ അത് പിന്നെ ഞാനാണ്, അന്ന് ലാവണ്യ മേഡം അങ്ങനെ ചെയ്തത് ഞാൻ പറഞ്ഞിട്ടാ, എൻ്റെ തെറ്റ് കൊണ്ടാണ് എന്നൊക്കെ പറയുമ്പോഴേക്കും അശ്വിൻ കട്ട് ചെയ്യാണ് കേട്ടോ ഫോണ്. തുടർന്ന് നമ്മുടെ പ്രീതി തുണി വിരിച്ചിടുന്ന സമയത്ത് അമ്മായി പ്രീതിയുടെ അടുത്തേക്ക് ചെല്ലാണ്. ആ സമയം കാറ്റിന് 2-3 കത്ത് അമ്മായി കാണാനിടയാവാണ് കേട്ടോ. അപ്പം അതെടുത്ത് വായിക്കുമ്പോൾ, എന്നോട് ക്ഷമിക്കണം, നിങ്ങളിങ്ങനെ പിണങ്ങി മുഖം വീർപ്പിച്ചിരിക്കുന്നത് കാണാൻ എനിക്കാവില്ല, നിങ്ങളെപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുന്നത് കാണാനാണ് എനിക്കിഷ്ടം എന്നൊക്കെ ഇങ്ങനെ അമ്മായി വായിക്കാണ് കേട്ടോ കത്തിലെ ഉള്ളടക്കം. ഇതിപ്പോൾ ആരാണ് എന്നോട് ഇങ്ങനെയൊക്കെ പറയാന്ന് പറഞ്ഞിട്ട് അവിടേക്ക് നോക്കുമ്പോൾ തങ്കനങ്കിൾ ഉണ്ട് കേട്ടോ അവിടെ നിൽക്കുന്ന. അപ്പോൾ അയാളോട് പോയിട്ട് ചൂടാവുന്ന സമയത്ത്, എഴുത്തും വായനയും അറിയാത്ത എന്നെ ഇങ്ങനെ പറയരുത്, നിങ്ങളെ വീട്ടിലും ഉണ്ടല്ലോ 2 പെൺകുട്ടികൾ, അവരോടൊന്ന് ചെന്ന് ചോദിക്കുക എന്നൊക്കെ പറയാൻ കേട്ടോ അമ്മായിയോട് ചൂടായിട്ട്. വെറുതെ ഓരോ വഴക്ക് കേൾക്കാന്ന് പറഞ്ഞിട്ട് തങ്കനങ്കിൾ അങ്ങ് പോവാണ്. ഇനി ഇമ്മാതിരി വേഷം കെട്ടായിട്ട് എൻ്റെ അടുത്ത് വന്നാൽ അടിച്ച് കരണക്കുറ്റി അടിച്ച് ഞാൻ പൊളിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. തുടർന്ന് ശ്രുതി ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പ്രീതി അങ്ങോട്ടേക്ക് വരികയാണ്. എന്നിട്ട് തട്ടിപ്പറിച്ച്, നീ ആർക്കാ ഈ പ്രേമലേഖനമൊക്കെ എഴുതുന്നത്? അതോ അത് ചേച്ചി നമ്മുടെ അശ്വിൻ സായിറാമില്ലേ അയാൾക്കാ എന്ന് പറയുമ്പോൾ, നിനക്കെന്താ ശ്രുതി, തലയ്ക്ക് സുഖമില്ലേ? അതെന്താ ചേച്ചി അങ്ങനെ ചോദിച്ചതെന്ന് ചോദിക്കുമ്പോൾ, അതെ, ഈ പ്രണയം വരുന്നെങ്കിൽ നമ്മുടെ മനസ്സിൽ അനുകമ്പ, കരുണ ഇവയൊക്കെ വേണം, അതൊക്കെ നിന്റെ ഈ ബോസിനുണ്ടോ എന്ന് ചോദിക്കുകയാണേ. ഈ പറയുന്ന കരുണയും ദയൊന്നും ഇല്ലെങ്കിലും അയാളുടെ ഉള്ളിൽ ബോൾഡ് ആൻഡ് ഷാർപ്പായിട്ടുള്ള ഒരു പ്രണയമുണ്ട്. അത് പക്ഷെ അയാൾക്ക് പറയാൻ അറിയില്ല ചേച്ചി, അത് മറ്റുള്ളവർ കണ്ടറിഞ്ഞിട്ട് മനസ്സിലാക്കി എടുക്കണം എന്ന ഭാവമാണ്. എന്താ നിനക്ക് അയാളോട് പ്രേമം തോന്നിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, എനിക്കല്ല ചേച്ചി, ആ ലാവണ്യ മേഡം ഇന്നലെ പിണങ്ങിപ്പോയി, അപ്പോൾ അവരെ തിരിച്ചു വിളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന ഓരോ പൊടിക്കൈയാണ് ഈ പ്രേമലേഖനം, അങ്ങനെയെങ്കിലും കുട്ടികൃഷ്ണൻ എനിക്ക് നല്ല ചെക്കനെ കൊണ്ട് തന്നാലോ എന്നൊക്കെ പറയാൻ കേട്ടോ പ്രീതിയോട്. അങ്ങനെ നമ്മുടെ ശ്രുതി ആ പ്രേമലേഖനമായിട്ട് അശ്വിൻ്റെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ അഞ്ജലി കാണുമ്പോൾ അഞ്ജലി ചോദിക്കുന്നത്, ശ്രുതി എന്താ ഇവിടെ? അപ്പോൾ മനോരമ പറയുന്നുണ്ട്, ആ സാലറി സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതായിരിക്കും എന്നുള്ള കാര്യം. ഓ, ആ കാര്യം ഞാൻ അങ്ങ് വിട്ടു, ഞാൻ കുഞ്ഞനോട് പറഞ്ഞാൽ അത് സെറ്റിലാക്കി തരാം എന്ന് പറഞ്ഞിട്ട് ശ്രുതിയോട് പറയുന്നുണ്ട്. എന്താ നിന്റെ മുഖം വല്ലാണ്ടിരിക്കുന്നത് ശ്രുതി? അത് പിന്നെ മാഡം, ലാവണ്യ മാഡത്തിന് ഇന്നലെ സംഭവിച്ചത് ഞാൻ കാരണമല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ, ആര് പറഞ്ഞു നീ കാരണമാണെന്ന് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മുത്തശ്ശി അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ. ഇന്നലെ ഇവിടെ സംഭവിച്ചത് നീ കാരണം തന്നെയാണ്, പക്ഷെ സംഭവിച്ചത് നല്ലതിന് മാത്രമാണ്, നല്ല കാര്യങ്ങൾ നടന്നാൽ മധുരം തിന്നണം എന്നൊക്കെ പറഞ്ഞിട്ട് ലഡു എടുത്തു കൊടുക്കുകയാണ് കേട്ടോ മുത്തശ്ശി. എന്നിട്ട് ശ്രുതിയെയും കൊണ്ട് അഞ്ജലി അശ്വിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് അശ്വിനോട് പറയുന്നുണ്ട്, കുഞ്ഞാ നിന്നെ കാണാൻ ഒരാൾ വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ അശ്വിൻ നോക്കുമ്പോൾ ശ്രുതിയെ കാണുകയാണ് കേട്ടോ. അത് ഞാൻ വെറുതെ പറഞ്ഞതാ കുഞ്ഞാ, നീ ശ്രുതിക്ക് കൊടുക്കാനുള്ള ആ ക്യാഷ് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് ശ്രുതി, ഞാൻ ചെക്ക് ബുക്ക് എടുത്തിട്ട് വരാം, നിങ്ങൾ സംസാരിക്കുക എന്ന് പറഞ്ഞിട്ട് ശ്രുതിയെ അവിടെ റൂമിലാക്കിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ശ്രുതികുമാരി വിളിച്ചത് ഈ ക്യാഷിൻ്റെ കാര്യം പറയാനാണല്ലേ എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി ബാഗിൽ നിന്ന് ആ പ്രേമലേഖനം എടുത്തുകൊണ്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇത് ലാവണ്യ മാഡം സാറിനെ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അശ്വിൻ അത് വാങ്ങിയിട്ട് വായിക്കുകയാണേ. ആ സമയം ശ്രുതി പറയുന്നുണ്ട്, മാഡം വിഷമിച്ചിട്ട് എഴുതിയത്, അങ്ങനെ എന്നോട് പറഞ്ഞു, അത് പ്രത്യേകം പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞു എന്നൊക്കെ പറയണേ. എന്നിട്ട് അശ്വിനോട് പറയുന്നുണ്ട്, നമുക്ക് ഇപ്പം തന്നെ പോവാം സാർ, മേഡത്തെ വിളിച്ചിറക്കി കൊണ്ടുവരാം എന്ന് പറയുമ്പോൾ അശ്വിൻ ഇങ്ങനെ മുഖത്തേക്ക് നോക്കുകയാണേ. അല്ല, സാർക്ക് പോകാൻ മടിയാണെങ്കിൽ ഞാനും കൂടെ വരാം എന്നാ ഉദ്ദേശിച്ചതെന്ന് പറയുമ്പോൾ അശ്വിൻ അവിടെ നിന്ന് എണീക്കുകയാണേ.
എന്നിട്ട് ആ കത്തെടുത്തിട്ട് ശ്രുതിയുടെ മുന്നിൽ കൊണ്ടുപോയി കീറിയിടുകയാണ് കേട്ടോ. എന്നാ ഇതൊക്കെ പെറുക്കിയിട്ട് നിന്റെ മാഡത്തിന് കൊണ്ടുപോയി കൊടുക്ക് എന്ന് പറഞ്ഞ് ചീത്ത പറയണേ. അതേസമയം അഞ്ജലി ശ്യാമിനെ വിളിക്കുകയാണ് കേട്ടോ. അപ്പോൾ ശ്യാം ഫോൺ കട്ട് ചെയ്യാണ്. ശ്യാമാണെങ്കിൽ അശ്വിൻ്റെ വീടിൻ്റെ പുറത്ത് തന്നെ ഉണ്ട്. എന്നിട്ട് ശ്യാം പറയുന്നുണ്ട്, ഇനിയിപ്പോൾ പേടിക്കാനില്ലല്ലോ, എനിക്ക് എപ്പോൾ വേണമെങ്കിലും വീട്ടിൽ കയറാലോ. ആ ശ്രുതിയെ ഇവിടുന്ന് ഒഴിവാക്കിയില്ലേ, അതുകൊണ്ടാണ് പൊന്നെ നിന്റെ ഫോൺ കട്ട് ചെയ്തത് എന്നൊക്കെ പറഞ്ഞിട്ട് വീടിൻ്റെ ഡോറിൻ്റെ അടുത്ത് എത്തിയപ്പോഴേക്കും ശ്രുതി വന്നിട്ട് വാതിൽ തുറക്കുകയാണ് കേട്ടോ. ശ്യാമിനെ കണ്ടിട്ട് ശ്രുതി അങ്ങ് ഞെട്ടി നിൽക്കുകയാണ് കുറേ നേരം. അപ്പോൾ ശ്യാം ബാക്കിലേക്ക് നോക്കുമ്പോൾ അഞ്ജലി ഉണ്ട് കേട്ടോ, ഫോണിൽ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ അഞ്ജലി അവിടെ നിന്ന് അങ്ങോട്ട് പോയേക്കാണ് കേട്ടോ. അപ്പോൾ തന്നെ ശ്രുതിയെ കൂട്ടിയിട്ട് ശ്യാം പുറത്ത് വന്ന്, എന്താ ശ്യാം സാർ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ ശ്രുതി ഇങ്ങോട്ടേക്ക് വന്ന് എന്നറിഞ്ഞിട്ട് വന്നതാണ്. അപ്പോൾ കയ്യിലൊക്കെ എന്താ എന്ന് ചോദിക്കുമ്പോൾ, അത് വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങിയതാണ്. ആ കൂട്ടത്തിൽ ഞാനിവിടെ കയറി നിന്നെ ഒന്ന് അന്വേഷിച്ചിട്ട് പോവാൻ. എന്തിനാ ഇങ്ങനെ സാർ ടെൻഷൻ അടിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ, അല്ല ഇവിടെ നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായല്ലോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്നൊക്കെ പറയാൻ കേട്ടോ. എന്നാൽ ഏതായാലും വീട്ടിലേക്ക് ഇറങ്ങിയതല്ലേ, ശ്രുതി നടക്ക്, ഞാനൊരു ഫോൺ കോൾ ചെയ്തിട്ട് വന്നേക്കാന്ന് പറഞ്ഞിട്ട് ശ്രുതിയെ വിടുകയാണ് കേട്ടോ. അപ്പോൾ ശ്രുതി തിരിഞ്ഞു നോക്കണ സമയത്ത് ശ്യാം ഫോണൊന്നും ചെയ്യാതെ നിൽക്കുന്നത് കാണുമ്പോൾ, ശ്യാം സാർ വരുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. ആ സമയം തന്നെ അഞ്ജലി ശ്യാമിനെയും വരെ കാണുകയാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ.